ചേട്ടാ അന്ന് കണ്ടു വെച്ച് ഞങ്ങൾ ചെറിയൊരു പ്ലാൻ വരച്ചിട്ടില്ലേ? ഓ ഇത് കണ്ടില്ലേ? ഇവിടെ നമുക്ക് ചെറിയൊരു റിസപ്ഷൻ ടേബിൾ വരണം. നമുക്കൊന്ന് ഇരിക്കാൻ. പിന്നെ ഇവിടെ ഒരു സോഫ, ആരെങ്കിലും വെയിറ്റ് ചെയ്യുമ്പോൾ ഇരിക്കാൻ. പിന്നെ ഇവിടെ നമ്മൾ വർക്ക് ഏരിയയിലോട്ട് പോകുമ്പം ഇവിടെ ഒരു ഡിവൈഡർ വേണം. ഇത് കണ്ടില്ലേ? ഇങ്ങനൊരു ഡിവൈഡർ വേണം. പിന്നെ ഇവിടെ ആയിരിക്കും നമ്മൾ മെയിനായിട്ടും മുടി വെട്ടുന്നതും പരിപാടികളൊക്കെ. അപ്പോൾ ഒരു 2 ചെയർ, ഒരു കണ്ണാടി. പിന്നെ ഇതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ഡിവൈഡർ പോലെ വേണം, കുറച്ച് കണ്ണാടിയൊക്കെ വെച്ചിട്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഈ ത്രെഡിങ്ങും ഫേഷ്യലും ഒക്കെ ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ 2 ചെയറും ഒരു വലിയൊരു മിററും വേണം. പിന്നെ ഇപ്പുറത്താണ് നമ്മൾ സ്പാ, വാക്സിങ്, അങ്ങനത്തെ പരിപാടികളൊക്കെ. സോ കുറച്ച് പ്രൈവസി വേണം. അപ്പം ഇതിൽ കാണിക്കുന്ന പോലെ നമുക്ക് 2 ചെറിയ ഡിവൈഡറൊക്കെ വെച്ച് ഒരു കർട്ടനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഫോൾ സീലിങ്ങിൻ്റെ കൂടെ പിന്നെ ചേട്ടാ ഈ ലീക്ക് ഒന്ന് ശരിയാക്കണം. ഞാനാണല്ലോ പറയുന്നത്. ഓ ഇനി വന്നേ, ഞാൻ വിളിക്കാവേ. എന്നാ മേശ്രീ? അത് കണ്ട. ഓ വെള്ളം പനയ്ക്കുന്നുണ്ടല്ലേ? ആദ്യം മുകളില് അത് വേണം ആദ്യം ശരിയാക്കാൻ. എന്റെ മേശ്രി അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഓണർ നമ്മുടെ സ്വന്തം ആളല്ലേ. അതേ മോളെ, ഈ മേശ്രി കാര്യം പറഞ്ഞ അടിപൊളി പാറ്റിയ. പക്ഷേ ഈ ബാർബർ ഷോപ്പ് ഒന്നും പറഞ്ഞത് അത്ര വലിയ ശീലമൊന്നുമില്ല പുള്ളിക്ക്. ബാർബർ ഷോപ്പ് അല്ലേ ചേട്ടാ, ബ്യൂട്ടി പാർലർ. അത് തന്നെയാ ഉദ്ദേശിച്ചത്. ഏകദേശം ഇത്രയൊക്കെ വരും. ചേട്ടാ എന്താന്ന് വെച്ചാലേ കയ്യിലുള്ളതെല്ലാം നുള്ളിപ്പെറുക്കി ഇങ്ങോട്ട് വന്നത്. പോരാത്തതിന് കുറച്ച് കടം വാങ്ങിയിട്ടുണ്ട്. ചേട്ടനെ കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് സഹായിക്കണം. കുറച്ചൊക്കെ പണി ഞങ്ങളും ചെയ്തോളാം. എന്നാ പിന്നെ എല്ലാം ഓക്കെ അല്ലേ? സംഗതി എല്ലാം ഇഷ്ടപ്പെട്ടല്ലോ. നമുക്കൊന്ന് ഇറങ്ങിയാലോ? വാ മേശ്രി. ചേട്ടാ പ്ലാൻ ഇത് വെച്ചോ. ഞാനേ പിടിച്ചിട്ട് ശരിയാക്കാനാണ്. ഞാനിതങ്ങ് അടയ്ക്കാം. ചേട്ടാ ഞാൻ ചെയ്തോളാം. പാട് നിങ്ങൾ ചായ കുടിച്ചായിരുന്ന? ഇല്ല. ചായ കുടിക്കാം. മേസ്ത്രി എങ്ങനെ ഇവിടുത്തെ പണിയുടെ കാര്യം? പണിക്കാരൻ ഞാൻ കൊണ്ടുവരണോ അതോ മേസ്ത്രി കൊണ്ടുവരും? ഇപ്പൊ ആൾറെഡി 2 പണിക്കാരുണ്ടല്ലോ. ഇവരോ? ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഇവരോ? അവര് പണിയാന്നല്ലേ പറയണേ. ചേട്ടാ അന്ന് പറഞ്ഞ ഓട്ടോക്കാരന്റെ കാര്യം എന്തായി? അവനാ വിനയന്റെ കടയിലേക്ക് വരുമ്പോ ഇവിടെ സാധനം ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാ കേറി വാ, നമ്മുടെ സ്വന്തം കടയാ. അല്ല മക്കളെ, ഇയാളെയാണോ പണി ഏൽപ്പിച്ചേക്കുന്നേ? ഈ പരിപാടി ഉടനെ തുടങ്ങാൻ പ്ലാനൊന്നും ഇല്ലല്ലേ? അറിയാച്ചോ? ഓ ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ എടുക്കണോ? ഞാൻ സതീശ മുണ്ടകൊല്ലി, മെമ്പറാണ്. ആനി. ഓ ശില്പ. എന്തോ? ശില്പ. ഈ തോമാച്ചന്റെ ബിൽഡിങ്ങിലാണല്ലേ നിങ്ങൾ കട തുറക്കാൻ പോകുന്നത്? ഞാൻ അറിഞ്ഞായിരുന്നു. എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. സ്വന്തം നാട് പോലെ കരുതാം. ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. ചൂടായിട്ട് തന്നെ ഉണ്ട്. അതെ, നീ തരാനുള്ള പറ്റിങ്ക ഇല്ല, ഞാൻ ചൂടാവും. മക്കളെ എന്താ കഴിക്കാൻ വേണ്ടേ? ചേട്ടാ 2 മടക്കെടുത്തു. വലിയ ഫോട്ടോഗ്രാഫർ എന്നാണ് വെപ്പ്. പക്ഷേ നല്ല ഫോട്ടോ കിട്ടണമെങ്കിൽ അങ്ങ് കോട്ടയത്ത് പോകണം. അറിയാച്ചോ, സുഖിതിന് കടുപ്പത്തിലൊരു ചായ കൊടു. മൊത്തത്തിൽ ക്ഷീണായി. ഈ മുഖം വെച്ച് കോട്ടയത്തല്ലേ ഏത് കോത്താഴത്ത് പോയാലും കിട്ടുന്ന ഫോട്ടോ കണക്കായിരിക്കും. അടുത്ത ഇലക്ഷന് ഫോട്ടോ എടുക്കണം പറഞ്ഞു പോവാ. ഇയാൾ ഈ പോർട്ട്ഫോളിയോ ഒക്കെ ചെയ്യോ? പിന്നെന്താ, അതൊക്കെ നമുക്ക് നിസ്സാരല്ലേ. എൻ്റെ കയ്യിൽ കുറച്ച് ഐഡിയാസ് ഉണ്ട്. മോഡലിംഗ് താല്പര്യമുണ്ടോ? ചെറുതായിട്ടൊക്കെ. ഈ LED ലൈറ്റ് സജഷൻ വെച്ച ഒരു പരിപാടി ഉണ്ട്, ട്രൈ ചെയ്താൽ. ഓടുവന്നല്ലോ. ഇവനാണോ? ഇത് നമ്മുടെ ഭാര്യ. കൊള്ളാം. ഇന്ന് ഫ്രീ ആണോ? സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുത്താലോ? പറയാം. അല്ല ആക്ച്വലി ഞാൻ ഇന്ന് ഫ്രീ ആണ്. നാളെ ഒരു മാമൂലിന്റെ നിങ്ങളുടെ 4 ചായ 4 കടി 80 രൂപ. നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. മതിയല്ലേ? മോളെ ചില്ലറ ഇല്ലല്ലോ. അത് സാറില്ല, ഇവിടെ ഇരുന്നോട്ടെ. അപ്പോൾ എഴുതി വെച്ചാൽ മതി. ആഴ്ചക്ക് തരാം. കാശൊക്കെ നിങ്ങളെങ്ങാട്ട് പോയിക്കോട്ടോ. ശരി, ഞങ്ങള് ചായ കുടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ നാട്ടിലും വന്നു ഒരു ബ്യൂട്ടി പാർലർ.